ആരാണ് യഥാർത്ഥ ഇന്ത്യക്കാരൻ? ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നുയരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണിത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതി നടത്തിയ പരാമർശമാണ് ചൂടുപിടിച്ച ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. ഭാരത് ജോഡോ യാത്രക്കിടെ രാഹുൽ നടത്തിയ പ്രസ്താവനയാണ് കോടതി കയറിയത്. ഇന്ത്യയുടെ 2000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന കയ്യേറിയെന്ന് രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ അറിയാം? യഥാർത്ഥ ഇന്ത്യക്കാരനെങ്കിൽ രാഹുൽ ഇങ്ങനെ പറയില്ല എന്നെല്ലാമാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത പരാമർശം നടത്തിയത്. RDX റാപ്പിലേക്ക് ആദ്യം. ഇന്ത്യൻ പ്രദേശങ്ങൾ ചൈന പിടിച്ചെടുത്തുന്ന ഭാരത് ജോഡോ യാത്രക്കിടെയുള്ള പരാമർശമാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് വിനയായത്. രാഹുൽ ഉപയോഗിച്ച വാക്കുകളും വേദിയും കോടതി ചോദ്യം ചെയ്തു. സൈന്യത്തിനെതിരെ രാഹുൽ ഗാന്ധി ഹീനമായ പരാമർശങ്ങൾ നടത്തിയെന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ മുൻ ഡയറക്ടറുടെ പരാതിയാണ് നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെച്ചത്. കേസ് ആദ്യം പരിഗണിച്ച ലക്നൌ കോടതിയുടെ നിരീക്ഷണത്തിനെതിരെ രാഹുൽ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂലമാകാത്തതിനെ തുടർന്നാണ് കേസ് സുപ്രീം കോടതിയിലെത്തിയത്. കോടതി നിരീക്ഷണത്തിന് പിന്നാലെ വിഷയത്തിൽ രാഹുലിനെ പിന്തുണച്ചെത്തിയ സഹോദരി പ്രിയങ്ക ഗാന്ധി ആരാണ് യഥാർത്ഥ ഇന്ത്യക്കാരനെന്ന് ജഡ്ജിമാർ തീരുമാനിക്കേണ്ടെന്ന് പറഞ്ഞു. രാഹുലിന്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും പ്രിയങ്ക വ്യക്തമാക്കി. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പോർമുല കൂർപ്പിക്കുകയാണ് കോൺഗ്രസ്. ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കുന്നുവെന്നാണ് വിമർശനം. രാജ്യത്തിനു വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരാണ് യഥാർത്ഥ ഇന്ത്യക്കാരെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ചൈനയുമായി ധാരണാപത്രം ഒപ്പിട്ട ദേശവിരുദ്ധനാണ് രാഹുൽ ഗാന്ധിയെന്ന് BJP ആരോപിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. ആരാണ് ഇന്ത്യക്കാരൻ? ആരാണ് യഥാർത്ഥ ഇന്ത്യക്കാരൻ? ഈ മറ്റുള്ള ചർച്ചകളാണ് വരുന്നത്. 2000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശം ചൈനയുടെ കൈവശമെന്ന് രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ അറിയാം എന്നാണ് ജഡ്ജി ചോദിച്ചത്. രാഹുൽ അവിടെ ഉണ്ടായിരുന്നുവോ എന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. ഈ കോടതിയിൽ തെളിവില്ലാത്ത പ്രസ്താവനകൾ നടത്തരുത് എന്നും രാഹുലിനോട് സുപ്രീം കോടതി പറഞ്ഞു. രാഹുലിനെതിരായ കേസിലെ തുടർ നടപടി 3 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്യുകയാണ് കോടതി പക്ഷേ പിന്നീട് ചെയ്തത്. കേസ് റദ്ദാക്കണം എന്ന ആവശ്യം പക്ഷേ കോടതി അംഗീകരിച്ചിട്ടുമില്ല. രാഹുലിനെതിരെ കോടതിയെ സമീപിച്ചത് BRO മുൻ ഡയറക്ടറാണ് എന്ന് നമുക്കറിയാം. യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരെന്ന് ജഡ്ജിമാർ തീരുമാനിക്കേണ്ട എന്നാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത്. കോടതി പരാമർശത്തോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സർക്കാരിനെ ചോദ്യം ചെയ്യുക എന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ കടമയാണ് എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. സൈന്യത്തെ രാഹുൽ ഗാന്ധി അപമാനിച്ചിട്ടില്ലെന്നും പ്രിയങ്ക വ്യക്തമാക്കി. ചൈനയുമായി ധാരണാപത്രം ഒപ്പിട്ട ദേശവിരുദ്ധനാണ് രാഹുൽ എന്ന് BJP വക്താവ് അമിത് മാളവ്യ വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാൻ വിദേശ സഹായം തേടി കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമെന്ന് വിമർശിച്ചു. 2000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശം ചൈന പിടിച്ചെടുത്തു എന്നതായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. 20 ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്തി. അരുണാചൽ പ്രദേശിൽ സൈനികർക്ക് മർദ്ദനമേറ്റു എന്നുകൂടെ ഭാരത് ജോഡോ യാത്രക്കിടെ അദ്ദേഹം പറഞ്ഞു. 2022 ഡിസംബറിലാണ് അദ്ദേഹം ആ പരാമർശം നടത്തിയത്. ഇതാണ് കേസായത്. സൂചിപ്പിച്ചത് 2020 ഗാൽവൻ വാലിയിൽ ഇന്ത്യ ചൈന സൈനികർ തമ്മിലുണ്ടായ സംഘർഷത്തെക്കുറിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. ഗാൽവാൻ സംഘർഷത്തിൽ 20 സൈനികർ കൊല്ലപ്പെട്ടത് എങ്ങനെ എന്നതാണ് കോൺഗ്രസിന്റെ ചോദ്യം. ഒന്ന്, ചൈനീസ് സൈന്യം ഇന്ത്യൻ അതിർത്തിയിൽ കയറിയില്ലെങ്കിൽ എങ്ങനെ ഏറ്റുമുട്ടലുണ്ടായി എന്ന ചോദ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെട്ടില്ലേ? പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാത്തത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ചോദിച്ചു. ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നുവെന്ന് കോൺഗ്രസ് ഇന്ന് വീണ്ടും ആവർത്തിച്ച് വിമർശിക്കുകയാണ് സർക്കാരിനെ. ഇതിപ്പോൾ ഭാരത് ജോഡോ യാത്രയ്ക്ക് മുമ്പ് പാർലമെൻറ്റിലും ഉന്നയിച്ച ചോദ്യത്തിൻ്റെ ബാക്കിയായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അതേക്കുറിച്ചാണ് ഈ ഒരല്പം അഗ്രസീവായിട്ടുള്ള വിമർശം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ വിമർശമായി വളർന്നിരിക്കുന്നു. എങ്ങനെ കാണണം അതിനെ? അങ്ങനെ ഒരു വിമർശം കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വിചിത്രമായാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ അല്ലല്ലോ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. ഇതിപ്പോൾ ആരാണ് ഇന്ത്യക്കാരൻ എന്ന് കോടതിക്ക് തീരുമാനിക്കാൻ ആരും അവകാശം പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. ഈ നിലയ്ക്ക് ഒരു രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുമ്പോൾ അയാളത് ദേശവിരുദ്ധനാണ്, ദേശദ്രോഹപരമാണ് എന്നൊക്കെ തീരുമാനിക്കാൻ ഒരു കോടതിക്കും ഒരധികാരവും തൽക്കാലം കൊടുക്കപ്പെട്ടിട്ടില്ല. ഇതിപ്പോൾ ഈ ഉന്നയിച്ച ആരോപണത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കണമല്ലോ. ഇപ്പോൾ ഗാൽവാൻ താഴ്വരയിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായി. നമ്മളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തതാണ്. വലിയ സംഘർഷമാണ് അവിടെ ഉണ്ടായത്. നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഏറ്റുമുട്ടൽ എന്ന നിലയ്ക്ക് അത് വർദ്ധിച്ചു. ആയുധങ്ങളൊന്നും പ്രയോഗിച്ചില്ല. പക്ഷേ ഈ കൈയും കല്ലും വടികളുമൊക്കെ ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടൽ, പക്ഷേ അത് വളരെ ബ്രൂട്ടലായ ഏറ്റുമുട്ടലായിരുന്നു. അതുകൊണ്ടാണല്ലോ ആളുകൾക്ക് ജീവനഹാനി ഉണ്ടാവുന്നത്. ആ നിലയ്ക്കുള്ള ഒരു ഏറ്റുമുട്ടൽ അവിടെ ഗാൽവാൻ താഴ്വരയിൽ ഉണ്ടായി.
മാത്രമല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ ഘട്ടത്തിലല്ല, മുമ്പ് പല ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത് എപ്പോൾ മുതലുള്ള കാര്യമാണ്. നെഹ്റുവിൻ്റെ കാലത്ത്, അതായത് 62 യുദ്ധമുണ്ടായതിന് ശേഷം നഷ്ടപ്പെട്ട 32,000 ചതുരശ്ര കിലോമീറ്റർ അടക്കം ഉള്ള കാര്യങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതായത് അന്ന് മുതൽ ഇങ്ങനെ ചൈന ഇന്ത്യയുടെ ഭൂമി കൈവശപ്പെടുത്തുന്നു എന്നുള്ള കാര്യം വസ്തുതാപരമായി തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയിലാണ് ഈ പറയുന്ന ഗാൽവാൻ ഏറ്റുമുട്ടലിന് ശേഷം അദ്ദേഹം പറയുന്നത് 2000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഭൂമി ഈ അവരുടെ കൈവശമുണ്ട് എന്ന്. അത് ഉണ്ട് എന്ന് എങ്ങനെ പറയുന്നതാണ്? റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി തന്നെയാണ് പറയുന്നത്. അന്ന് റിപ്പോർട്ടുകൾ ധാരാളം വന്നാണ്. ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മോദി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യവുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയോ ഒരു സംഘർഷം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് ക്ലിയറായി ആളുകൾക്ക് മുന്നിലേക്ക്, അതല്ലെങ്കിൽ ഈ പൗരന്മാർക്ക് മുന്നിലേക്ക് അതിൻ്റെ വിവരങ്ങൾ എത്തുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. 62 യുദ്ധമുണ്ടായി, ഇന്ത്യക്ക് ഇത്രയും ഭൂമി നഷ്ടപ്പെട്ടു. ഇത് നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ആ മട്ടിൽ 2020 ഗാൽവാനിലെ ഏറ്റുമുട്ടലിന് ശേഷം എത്ര ഭൂമി അവർ ഈ സലാമി സ്ലൈസിങ്ങിലൂടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, എത്ര ചെക്ക് പോയിന്റുകൾ ചൈനയുടെ കൈവശമുണ്ട്. ഇന്ത്യക്ക് ആക്സസ് ഉണ്ടായിരുന്ന 26 ചെക്ക് പോയിന്റുകൾ ഇപ്പോൾ ചൈനയുടെ കയ്യിലാണ് എന്ന് പറയുന്നു. അവിടേക്ക് ഇന്ത്യക്ക് ആക്സസ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. 2024 ഈ ധാരണാ കരാറൊക്കെ ഉണ്ടായെങ്കിലും അവിടേക്കുള്ള ആക്സസ് ഇപ്പോഴും പൂർത്തിയായിട്ട് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഇത് 2024 പറയുന്നത്, അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടക്കുന്ന ഘട്ടത്തിലാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്തും ഇതിലൊരു വ്യക്തതയില്ല. മാത്രമല്ല, ഇതൊന്നും സർക്കാർ അല്ല പറയുന്നത്. ഇത് പല തരത്തിൽ അവിടെ നിന്ന് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകൾ, ദ ഹിന്ദു അടക്കമുള്ള മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട്. ഈ ഗാൽവാൻ താഴ്വരയിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ അവിടെ ഏതാണ്ട് 1000 സ്ക്വയർ കിലോമീറ്റർ മുതൽ 2000 സ്ക്വയർ കിലോമീറ്റർ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്ന് സൂചിപ്പിക്കുന്ന, 900 സ്ക്വയർ കിലോമീറ്റർ മുതൽ 2000 വരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്ന് സൂചിപ്പിക്കുന്ന ധാരാളം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ഇന്ത്യയുടെ ഭൂമി നഷ്ടപ്പെട്ടു, പക്ഷേ അത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വാർത്തകൾ വരുന്നു. അരുണാചൽ പ്രദേശിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലാണെങ്കിൽ ഇവിടേക്ക് കയറി അവരുടെ സെറ്റിൽമെൻറ്റുകൾ വരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഇതെല്ലാം ആ സമയത്ത് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ട വാർത്തകളാണ്. ഈ വാർത്തകളോടൊരു പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കില്ലേ? സ്വാഭാവികമല്ലേ? അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഇന്ത്യയുടെ ഭൂമി അവിടേക്ക് കയ്യേറുന്നു, ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറിയിരിക്കുന്നു, ഇക്കാര്യത്തിൽ സർക്കാരിന് പറയാനുള്ളത് എന്താണ്? സർക്കാർ അത് വിശദീകരിക്കുന്നില്ല, ഇന്ത്യ ഭൂമി നഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് എന്ന അവസ്ഥയിലാണ് അന്ന് രാഹുൽ ഗാന്ധി ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അതിനെ ഇയാൾ ദേശദ്രോഹിയാണ് എന്നാണോ കോടതി കാണേണ്ടത്? ഈ ചോദ്യങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ കോടതി ഉത്തരം കണ്ടെത്തി തരുമോ? ഇപ്പോൾ ഈ അരുണാചൽ പ്രദേശിലേക്ക് ചേർന്ന് സെറ്റിൽമെൻറ്റുകൾ, ചൈനീസ് സെറ്റിൽമെൻറ്റുകൾ വരുന്നുവെന്നും ഗാൽവാൻ മേഖലയിൽ ഈ പറഞ്ഞ 26 ചെക്ക് പോയിന്റുകൾ ഇന്ത്യക്ക് നഷ്ടമായി എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ അത് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, വിവിധ മാധ്യമ റിപ്പോർട്ടുകളിലൂടെ വന്നതുകൂടിയാണ്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇന്ത്യയിലെ പൗരന്മാർക്ക് ഉണ്ടാക്കി തരാനായി സുപ്രീം കോടതി തയ്യാറാകുമോ? ഇതാണ് എൻ്റെ ചോദ്യം. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ തയ്യാറാവണമല്ലോ. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ്, ഇത്രയും ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യത്തെക്കുറിച്ച് സുപ്രീം കോടതി പറയുകയാണ് ഇത് രാജ്യദ്രോഹപരമായാണ് പറയുന്നത്, ഒരു ദേശസ്നേഹി ഇങ്ങനെ പറയില്ല. ഈ ദേശസ്നേഹം അളക്കാനുള്ള മീറ്റർ ഇപ്പോൾ നേരത്തെ BJPയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ സുപ്രീം കോടതിയുടെ കയ്യിലും കൂടി കിട്ടിയോ എന്നുള്ളതാണ് ഞാൻ സംശയിച്ചു പോകുന്നത്. ഈ കാര്യത്തിൽ ഇത് മാത്രമല്ല സനീഷ്, ഇതിപ്പോൾ നമ്മളിപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷമുണ്ടായി, ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടു, ജെറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് ആരാ പറയുന്നത്? സൈനിക വൃത്തങ്ങൾ ഇന്ത്യക്ക് പുറത്തു പോലുമാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ സിംഗപ്പൂരിലൊക്കെ നടക്കുന്ന സൈനിക സെമിനാറുകളിലും ഒക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഏതാണ്ട് കൃത്യമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നു. ലോകത്ത് സകലമാന മാധ്യമങ്ങളും ഇതേക്കുറിച്ച് എഴുതുന്നു. ഈ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് പല ആവർത്തി ചോദിച്ചിട്ട് ഇതേക്കുറിച്ച് കമാന്ന് മിണ്ടാൻ ഇന്ത്യൻ ദേശീയ നേതൃത്വം തയ്യാറായിട്ടില്ല. ഈ കാര്യത്തിൽ ആരാണ് വ്യക്തത ഉണ്ടാക്കി തരിക? ഈ കോടതി ഈ കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കി തരേണ്ട ഉത്തരവാദിത്വമില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദ്യം ചോദിച്ചു. രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുന്നുണ്ട് ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത്. മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നുണ്ട്, പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി പ്രസംഗിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്തായിരിക്കും കോടതി പറയുക? അതുകൊണ്ട് ഇവിടെ കുറേ രാജ്യദ്രോഹികളെല്ലാം കൂടെ പ്രസംഗിക്കുന്നു, ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നു എന്നാണോ പറയുക? ഇതിൻ്റെ കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ സനീഷ് ഞെട്ടിപ്പോകും. സത്യത്തിൽ എത്ര എയർക്രാഫ്റ്റുകൾ കഴിഞ്ഞ കുറേ കാലമായി, ഇപ്പോൾ ഈ പുതിയ സമയത്ത് മാത്രമല്ല, കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ ഇന്ത്യയുടെ എത്ര ജെറ്റുകൾ ഈ യുദ്ധ സാഹചര്യത്തിൽ അല്ലാതെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കിക്കുക. ആ കണക്ക് പോലും ആവർത്തിച്ച് പറയേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായ കണക്കാണ്. ഞാൻ അതിപ്പോൾ അതിൻ്റെ സമയമല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇതല്ല ഒരു കാരണവശാലും സുപ്രീം കോടതിയല്ല ഒരു കോടതിയും സ്വീകരിക്കേണ്ട നിലപാട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിശ്ചയമായിട്ട് കാര്യത്തിൽ എനിക്ക് ആ അഭിപ്രായത്തിൽ എനിക്കും മറ്റൊരു അഭിപ്രായമില്ല. അതായത് കോടതി അതിരുവിട്ടാണ് വിമർശിച്ചത്. പ്രത്യേകിച്ചും ഈ ഇന്ത്യക്കാരൻ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന ചോദ്യം. ഇതിപ്പോൾ CPIM പലസ്തീൻ വിഷയത്തിൽ സമരം ചെല്ലാൻ
ചെയ്യാൻ ചെന്ന് പറഞ്ഞപ്പോൾ ഒരു കോടതി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇവിടെ ബോംബെ ഹൈക്കോടതി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത്, നിങ്ങൾ രാജ്യത്തിനകത്തെ പ്രശ്നങ്ങളായിട്ട് സമരം ചെയ്താൽ പോരെ എന്ന്. രാജ്യത്തിൻ്റെ ഭൂമി, രാജ്യത്തിനകത്തെ പ്രശ്നം ഉന്നയിക്കുന്ന ഒരു ആളോട്, പ്രതിപക്ഷ നേതാവിനോട് പറയാണ് കോടതി, നിങ്ങൾ എന്തിനാണ് ഇത് പറയുന്നത്, നിങ്ങൾ രാജ്യസ്നേഹികളല്ല. അപ്പോൾ നിങ്ങൾക്ക് കോടതി അത് നിശ്ചയിച്ച് തരികയാണ് നിങ്ങൾ എന്ത് പറയണം, നിങ്ങൾ എവിടെ സമരം ചെയ്യണം എന്ന്. സത്യത്തിൽ കോടതിക്ക് ആ ഉത്തരവാദിത്തമില്ല. കോടതിയുടെ ഉത്തരവാദിത്തം അതല്ല. കോടതിയുടെ ഉത്തരവാദിത്തം മുന്നിലേക്ക് വരുന്ന കാര്യങ്ങളെ ഭരണഘടനാപരമായിട്ട് വ്യാഖ്യാനിച്ചിട്ട് ഈ കാര്യങ്ങളെ ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ കടത്തിവിട്ടിട്ട് കാര്യം തീർപ്പ് പറയുക എന്നത് മാത്രമേ ജുഡീഷ്യർക്ക് ഇതുള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധിയെപ്പോലെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഇത് മാത്രമല്ല, ഈ കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്, പാർലമെൻറ്റ് പറഞ്ഞാൽ പോരെ എന്നാണ്. ഒന്ന് പാർലമെൻറ്റിൽ അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത്, സോഷ്യൽ മീഡിയയിലല്ല വാർത്താസമ്മേളനത്തിലാണ് പറഞ്ഞത്. എല്ലാം മാറ്റിയിട്ട് കോടതി ചോദിക്കുകയാണ്, ദീപാങ്കർ ദത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. രാഹുൽ ഗാന്ധി ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അദ്ദേഹം എവിടെ എന്ത് പറയണം എന്നത് അദ്ദേഹമാണ് തീരുമാനിക്കുക. അത് രാജ്യത്തെ എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യമാണ്. പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് സ്വാതന്ത്ര്യക്കുറവൊന്നുമില്ല. അദ്ദേഹത്തിന് ബോധ്യമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിക്കണം. ഹർഷൻ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് ചോദിക്കാനുള്ള അവകാശമുണ്ട്, ആ ചോദിക്കാനുള്ള പോയിന്റുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വിമർശിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ വിധി തീർപ്പിനകത്ത് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കോടതിക്ക് പറയാമെന്നല്ലാതെ നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ എന്ന് ചോദിക്കുന്ന എന്തുതരം ഹിംസാത്മകമായുള്ള ചോദ്യമാണ്. അത് പ്രത്യേകിച്ചും കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം അങ്ങനെ ഒരാളോട് ഒരു വിഷയം, അതായത് അന്താരാഷ്ട്ര വിഷയങ്ങളിലടക്കം സംസാരിക്കാൻ നമുക്ക് അവകാശമുണ്ടായിരിക്കെ നമ്മളത് പറയുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണ മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും? അതായത് ഇപ്പോൾ ഞാനൊരു പത്രം വായിക്കുകയാണെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ, ഒരു ചായക്കടയിൽ ഇരിക്കുന്ന മനുഷ്യൻ പത്രം വായിക്കണം, ആ പത്രത്തിൽ ഇങ്ങനെ ചൈന നമ്മുടെ കുറേ ഭൂമി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അയാൾ ആത്മകഥമായിട്ട് പറയില്ലേ, എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഭൂമിയാണോ കൊണ്ടുപോകുന്നത് എന്ന്. ഇപ്പോൾ ഞാൻ ഇത് പോട്ടെ, ഈ സർക്കാരിനെ വിമർശിക്കുക എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതലയല്ലേ? ഈ സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളതല്ലേ അത് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിരിക്കുന്നയാളുടെ ചുമതല? ഇപ്പോൾ മരിച്ചു മണ്ണടിഞ്ഞു പോയ നെഹ്റുവിനെ എത്രമാത്രം വിമർശിക്കുന്നുണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയും. കാശ്മീർ വിഷയത്തിലടക്കം എന്തുമാത്രമായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള വിമർശനം ഈ കഴിഞ്ഞ ദിവസം പോലും നമ്മൾ കേട്ടു. കഴിഞ്ഞ ദിവസം പോലും പാർലമെന്റിൽ നമ്മൾ കേട്ടു. അപ്പോൾ അതായത് ഇപ്പോഴില്ലാതായിപ്പോയ ഒരു സർക്കാരിൻ്റെ നിലപാടുകളെ പോലും ഇപ്പോഴത്തെ ആളുകൾക്ക് വിമർശിക്കാം എന്നതാണെന്നില്ല. അതാണ് വസ്തുത. അത് ശരിയായ കാര്യമാണ്, വിമർശിക്കണം. അങ്ങനെ വിമർശിച്ചും തെറ്റുതിരുത്തിയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതിൻ്റെ മുകളിൽ ഡിബേറ്റ് ഉണ്ടായി, ഇരുപക്ഷത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ ചരിത്രം മുന്നോട്ട് പോവുക, ശുഭകരമായ മുന്നോട്ടേക്ക് പോക്കുണ്ടാവും. ഇത് ചോദിക്കരുത് എന്നാണ് പറയുന്നത്. അതാരാണ് പറയുന്നത്? രാഷ്ട്രീയ നേതൃത്വമോ ഭരണ നേതൃത്വമോ അമിത്ഷായോ നരേന്ദ്രമോദിയോ വന്നിട്ടല്ല പറയുന്നത്. നിങ്ങൾ എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾ രാജ്യദ്രോഹമല്ലേ പറയുന്നത്? നിങ്ങൾ രാജ്യത്തിനെതിരായിട്ടല്ലേ സംസാരിക്കുന്നത്? അവർക്ക് പറയാം, കാരണം അവരുടെ രാഷ്ട്രീയം കൂടെ വെച്ചിട്ട് അവർക്ക് ആ തരത്തിൽ വിമർശിക്കാം. പക്ഷേ കോടതി അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്നതാണ്. കോടതി എന്തിനാണ് ആളുകൾക്ക് മേലെ ഇത്രമാത്രം വലിയ അതിരിടുന്നത്? അങ്ങനെ അതിരിടാൻ അവർക്ക് അവകാശമുണ്ടോ എന്ന് ഈ രാജ്യത്തെ നിയമവിദഗ്ധർ ആലോചിച്ചിട്ട് പറയട്ടെ. അതായത് അവരുടെ മുന്നിലേക്ക് വരുന്ന പ്രശ്നങ്ങളെ ഭരണഘടനാപരമായിട്ട് നോക്കിയിട്ട് വ്യാഖ്യാനിച്ച് ഇഴകീറി പരിശോധിച്ചിട്ട് അതിലൊരു തീർപ്പ് പറയുക എന്നതാണ് അവരുടെ ദൗത്യം. നമ്മളിപ്പോൾ നീതി ദേവത എന്ന് പറയുന്നത് എന്താണ്? കണ്ണ് കെട്ടിയിട്ടുണ്ടാവുക. കണ്ണ് കെട്ടിയിട്ടാണല്ലോ നമ്മൾ ഐക്കൺ കാണുന്നത്. കണ്ണ് കെട്ടിയ ഒരു തുലാസ് പിടിച്ചിട്ട് ഒരു സ്ത്രീയുടെ നിലയിലാണല്ലോ നമ്മൾ ഈ ഐക്കണിനെ കാണുന്നത്. എന്തിനാണ് കണ്ണ് കെട്ടുന്നത്? കണ്ണ് കെട്ടുന്നത് ആളുകൾ ആരാണ് മുന്നിൽ വരുന്നത് എന്നത് കാണരുത്. അതായത് ഞാനോ ഹർഷനോ ചെന്ന് നിന്നാൽ ആരാണെന്ന് മനസ്സിലാവരുത്. ആരാണെന്ന് മനസ്സിലാകാതെ അതിനാൽ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്താൽ സ്വാധീനിക്കപ്പെടാതെ ഭരണഘടന മാത്രം വ്യാഖ്യാനിച്ചിട്ട് നീതി പറഞ്ഞു കൊടുക്കുക എന്ന ചുമതലയാണ് ഇവർക്ക് ആകെയുള്ളത്. പക്ഷേ അതല്ല. അതായത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഈ മാലേഗാവ് സ്ഫോടന കേസിൽ സ്ഫോടനമുണ്ടായി, ഇവരെ സംശയിക്കാൻ മതിയായ കാരണങ്ങളുണ്ട്, പക്ഷേ തെളിവുകളില്ല. ഒരു രാഷ്ട്രീയ പക്ഷമാണ് ഈ പ്രശ്നം നടത്തിയത് എന്ന്, ഈ സ്ഫോടനം നടത്തിയതെന്ന വ്യാഖ്യാനം എല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലാവർക്കും അതിൻ്റെ വിശദാംശങ്ങൾ അറിയാം. അപ്പോൾ ഈ രാഷ്ട്രീയമായൊരു കാര്യമായതുകൊണ്ടും ശക്തിയായിട്ടുള്ളൊരു രാഷ്ട്രീയ പക്ഷത്തിൻ്റെ ഭാഗമായതുകൊണ്ടുമാണ് ഈ പ്രോസിക്യൂഷൻ കേസും മര്യാദക്ക് തെളിയിക്കാത്തത് എന്നോ അല്ലെങ്കിൽ തെളിവുകൾ വരാത്തതിന് കാരണം അതായിരിക്കാമെന്നോ കോടതി വ്യാഖ്യാനിച്ച് പറഞ്ഞില്ലല്ലോ. കോടതി പറഞ്ഞേയില്ല. കോടതി കാര്യങ്ങളിൽ തീർപ്പ് പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. മതിയായി സംശയിക്കാവുന്ന കാര്യങ്ങളുണ്ട്, പക്ഷേ മതിയായ തെളിവുകൾ ഞങ്ങളുടെ കൈവശം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവരെ വെറുതെ വിട്ടിരിക്കുന്നു. ഈ മതിയായ തെളിവുകൾ ഞങ്ങളുടെ മുന്നിലേക്ക് വരാത്തതിന് കാരണം രാഷ്ട്രീയമാണ് എന്നൊരു വാക്ക് അവർ പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്താണ് നമ്മൾ നാനാഭാഗത്തു നിന്നും കേൾക്കുന്നത്? ഇപ്പോൾ ഭരിക്കുന്ന പക്ഷത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വരിക എന്നതാണ്. അത് ഈ കണ്ണ് കെട്ടിയിട്ടുള്ള എന്ന് വെച്ചാൽ എല്ലാവരെയും തുല്യരായിട്ട് കണ്ടുകൊണ്ടുള്ള പ്രസ്താവനകളല്ല ജഡ്ജിമാർ നടത്തുന്നത്. ഇപ്പോൾ അതിന് അങ്ങനെ അതിരുവിട്ട് പറഞ്ഞാലും വിമർശിക്കപ്പെടാത്തൊരു രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തുണ്ട് എന്ന തോന്നൽ ഈ ജഡ്ജിമാരെ അന്ധരാക്കിയിരിക്കുന്നു എന്ന് ആരെങ്കിലുമൊക്കെ വിമർശിച്ചാൽ നമ്മൾ അവരോട് എന്താണ് പറയുക? അതാണ് എൻ്റെ ചോദ്യം. ഇത് അതായത് നേരത്തെ ഈ വിഷയം ഉണ്ടായ ഘട്ടത്തിൽ ആദ്യം ഈ ഗാൽവാൻ ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ളത് നമ്മളിപ്പോൾ അങ്ങ് മറന്നു പോകുന്നത് കൊണ്ടാണ്. ഗാൽവാൻ ഏറ്റുമുട്ടൽ ഉണ്ടായ സമയത്ത് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. ഒരു സംശയവുമില്ലാതെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇന്ത്യയുടെ ഒരു ഭാഗത്തേക്കും ആരും കടന്നു കയറിയിട്ടില്ല, ഇനിയോട്ട് കയറുകയുമില്ല എന്നാണ് അതിനെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നത്.
പക്ഷേ 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നു, ദൃശ്യങ്ങൾ പോലും വന്നു. ആദ്യഘട്ടത്തിൽ പ്രതികരണം ഇങ്ങനെയാണ്. അതായത് ഇക്കാര്യത്തിൽ എല്ലായ്പ്പോഴും ജനതയെ ഇരുട്ടിൽ നിർത്തുന്ന ഒരു സമീപനം ഭരണകൂടം എന്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ സംഭവിച്ച വസ്തുത എന്താണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അതല്ലെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ 56 ഇഞ്ച് നെഞ്ചിൻ്റെ ആ പവർ ചില കുറഞ്ഞു പോകുമെന്നോ വല്ല ഉള്ള പേടി കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ സത്യം പറയില്ല, ഈ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വാസ്തവം പറയില്ല, മറിച്ച് ഉരുട്ടിപ്പുരട്ടി ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ പാർലമെൻറ്റിനുള്ളിൽ ചോദ്യം വന്നപ്പോൾ എങ്ങനെയാണ് അതേക്കുറിച്ച് സർക്കാർ പ്രതികരിച്ചത്? നേരിട്ടുള്ള ഉത്തരം പറഞ്ഞില്ല, വേറെ എന്തൊക്കെയോ കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. ഈ എത്ര ഭൂമി ഇപ്പം ചൈനയുടെ കൈവശമുണ്ട്, അവരെത്ര ഭൂമി അവർ കൈവശപ്പെടുത്തിയിരിക്കുന്നു, എന്താണ് അവസ്ഥ എന്നുള്ളതിന് കൃത്യമായ ഉത്തരം പറയുന്നില്ല. ഇപ്പോഴും ഈ പറയുന്ന 1500 ചതുരശ്ര കിലോമീറ്റർ ഏകദേശം വരുന്ന ഭൂമി ചൈന കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകളായി തന്നെ 2024 അത് സംബന്ധിച്ച റിപ്പോർട്ട് വന്നു. 2020 2024 ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ അത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ പറയുന്ന 26 പട്രോളിംഗ് പോയിന്റുകൾ ഇന്ത്യക്ക് നഷ്ടമായി എന്നുള്ള റിപ്പോർട്ട് അതിനുശേഷം പരാവർത്തി വന്നു, വ്യക്തത ഉണ്ടായിട്ടില്ല. ഇതാരും പറയരുതെന്ന് പറയുന്നത്. ഇതേക്കുറിച്ച് ചില നിരീക്ഷകരൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. ഇപ്പോൾ ഈ വിവാദം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അല്ല അതങ്ങനെയല്ല, ചൈനയായിട്ട് നമ്മൾ ചില ധാരണകളൊക്കെ ഉണ്ടാക്കി മുമ്പോട്ട് പോകണം, അതുകൊണ്ട് ഇതേക്കുറിച്ച് ആരും മിണ്ടി പോകരുത്. അതാണ് ഇതിനകത്ത് വിചിത്രമായ ഒരു കാര്യം കൂടെ അവസാനിപ്പിക്കും. ഒരു കാര്യമുള്ളത്, കോടതിയിൽ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ പറഞ്ഞു 20ഓളം സമാനമായ കേസുകളാണ്. വർത്തമാനം പറഞ്ഞതിൻ്റെ പേരിൽ ഉടനടി വന്നിട്ട് 20ഓളം പരാതികളും ഹർജികളും കേസുകളുമാണ് കോടതിയിൽ ആകപ്പാടെ ഉള്ളത് രാഹുൽ ഗാന്ധിക്കെതിരെ. അതിനുവേണ്ടി മാത്രമായിട്ടൊരു സംഘം പ്രവർത്തിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതായത് താൻ എന്തെങ്കിലും പറഞ്ഞാൽ, ഇപ്പോൾ മോദി പ്രസ്താവന, നമ്മൾ അത് വിശദാംശങ്ങളിലേക്ക് നോക്കിയാൽ ഒന്നുമില്ല, പക്ഷേ അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ കോൺഗ്രസും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനും പറയുന്നത് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ ഉടനെ പിടിക്കാനായിട്ടൊരു സംഘത്തെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ്. അതായത് രാജ്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ചുമതലപ്പെട്ട ആളാണ്, രാജ്യത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണപക്ഷത്തെ ചോദ്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള, ജനങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഈ പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് വർത്തമാനം പറഞ്ഞാൽ പക്ഷേ ഉടനെ കോടതിയും അടക്കം വന്നിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ സങ്കടകരമാണ്. ഇതിൽ ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ, ജസ്റ്റിസ് അഭിജിത്ത് ഗംഗോപാധ്യായ കൽക്കട്ട ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയായിരുന്നു. അതുപോലെ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി നമുക്കറിയാമല്ലോ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. പക്ഷേ ഇവരെല്ലാവരും ഇതുപോലെ നോക്കിയാൽ ജസ്റ്റിസ് രോഹിത് ആര്യ, അദ്ദേഹം മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയായിരുന്നു. ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയാണ്. ഇവരൊക്കെ എവിടേക്കാണ് പോയത്? ഇവരൊക്കെ ഏതെങ്കിലും തരത്തിൽ ഭരണകൂടത്തിൻ്റെ ആനുകൂല്യം പറ്റിക്കൊണ്ട് ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിലേക്കോ അതല്ലെങ്കിൽ BJP-യിലേക്ക് തന്നെയോ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ ഈ ജുഡീഷ്യറിയെ കുറിച്ചുള്ള തെറ്റായ ധാരണ ഉണ്ടാക്കുന്നതിന് കാരണമാകും. ആ നിലയ്ക്കൊക്കെ തന്നെ അതുകൂടി ഈ സമയത്ത് ഓർത്തു പോകുന്നത് നന്നായിരിക്കും. നിശ്ചയമായിട്ട് ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണോ എന്ന് നീതിന്യായ കോടതികൾ പൗരന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന സാഹചര്യം ഈ രാജ്യത്തിന് പരിചിതമായിരുന്നോ? രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോടാണ് കോടതിയുടെ ചോദ്യം എന്നോർക്കണം. ദേശസ്നേഹത്തിന് മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കപ്പെടുന്ന കാലമാണിത്. ദേശസ്നേഹം രാഷ്ട്രീയ ആയുധമാകുന്ന കാലം, ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്നതിന് തെളിവ് ചോദിക്കപ്പെടുന്ന കാലം, വിമർശനം ദേശവിരോധമായി ചിത്രീകരിക്കുന്ന കാലം. നമ്മുടെ കാലത്തിൻ്റെ ഈ ശീലങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട പരമോന്നത കോടതിക്ക് പോലും വിടുതലില്ലേ എന്ന് ഖേദത്തോടെ ചിന്തിക്കുകയാണ് ചിലർ. ഇന്ത്യൻ സൈന്യത്തിൻ്റെ കഠിനാധ്വാനം, അർപ്പണം, ത്യാഗം എല്ലാത്തിനെയും ആദരവോടെ കണ്ട് അംഗീകരിക്കുമ്പോഴും സൈന്യത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെയും വേണ്ടിവന്നാൽ സൈന്യത്തെ തന്നെയും വിമർശിക്കാനുള്ള സാധ്യതയുടെ പേരാണ് ജനാധിപത്യം. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശത്രുതയുടെ അടയാളമല്ല, അത് സുതാര്യതയും ഉത്തരവാദിത്വവുമുള്ള ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണെന്ന് മാത്രം RDX ഓർമ്മിപ്പിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക്.